ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു LMDing. നമ്മൾ ഇന്ന് ചാപ്റ്റർ 1 അരിത്തമെറ്റിക് സീക്വൻസ്, അതായത് സമാന്തര ശ്രേണിയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പ്രോപ്പർട്ടി പഠിക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യം ഒരു സമാന്തര ശ്രേണി എഴുതിയിട്ടിരിക്കുന്നു. 5, 10, 15, 20-10. ഈ ശ്രേണിയിൽ നമ്മൾ പൊസിഷനും ടേമും എഴുതാം. നമ്മളിതെല്ലാം പഠിച്ച കാര്യമാണ്. ഇവിടെയാണ് ആ റിലേഷൻ വരുന്നത്. റിലേഷൻ പറയാൻ വേണ്ടിയാണ് ഇങ്ങനെ എഴുതുന്നത്. പൊസിഷൻ 1, 2, 3. അപ്പോൾ ഒന്നാമത്തെ പൊസിഷനിൽ 5, രണ്ടാമത്തെ പൊസിഷനിൽ 10, 15, ഇങ്ങനെ അങ്ങ് പോവുകയാണ് അല്ലേ. ഇവിടെ നോക്കിക്കുക, പൊസിഷൻ ഇൻക്രീസസ് ബൈ 1, ടേം ഇൻക്രീസസ് ബൈ 5. ഇതെല്ലാം പഠിച്ച കാര്യം ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. ആസ് പൊസിഷൻ ഇൻക്രീസസ് ബൈ 1, the term increases by 5. Term increases by 5. ഇനി നമുക്ക് നോക്കിക്കേ, ഇപ്പൊ ഒന്നാമത്തെ പൊസിഷനിൽ നിന്ന് ഞാൻ മൂന്നാമത്തെ പൊസിഷനിൽ പോകുകയാണെങ്കിൽ ഇപ്പോൾ പൊസിഷൻ 2 എണ്ണം കൂടുന്നു. അപ്പം നമ്മുടെ ടേം എത്ര കൂടി? 5, 5, 10 കൂടി. അതാണ് ഇവിടെ വരുന്ന റിലേഷൻ. അപ്പോൾ ഇനി ഞാൻ പൊസിഷൻ ഇതേ ക്വസ്റ്റ്യൻ തന്നെ, ഒന്നാമത്തെ ആള് മൂന്നാമത്തെ ആൾ, ഒന്നാമത്തെ ആള് 5, മൂന്നാമത്തെ ആള് 15. അപ്പോൾ ഇവിടെ പൊസിഷൻ ഡിഫറൻസ് എത്ര? 2. അപ്പോൾ ഇവിടെ ടേം ഡിഫറൻസ് എത്ര വന്ന്? 10. ആസ് പൊസിഷൻ ഇൻക്രീസസ് ബൈ 2, the term increases by ഇത് 2 ആയപ്പോൾ ഇതിന്റെ ഇരട്ടിയായി അല്ലേ. അതാണ് നമ്മുടെ പൊസിഷൻ 1, 2, 3, 4, ടേം 50, 45, 40, 35 അങ്ങനെ പോകുന്നു. അതായത് പൊസിഷൻ ഓരോന്ന് വീതം കൂടുന്നു, ടേം 5, 5 വീതം കുറയുന്നു അല്ലേ. ആസ് ദ പൊസിഷൻ ഇൻക്രീസസ് ബൈ 1, the term decreases by 5 അല്ലേ. നോക്കിക്കേ, നമുക്ക് ഇതെല്ലാം പഠിച്ച കാര്യമാണ്. ആസ് ദ പൊസിഷൻ ഇൻക്രീസസ് ബൈ 1, the term what happens to term? ടേമിന് എന്ത് സംഭവിക്കുന്നു? ടേം decreases by 5. Position increases by 1, term decreases by 5. ഇനി പൊസിഷൻ ഇൻക്രീസസ് ബൈ 2 ആണെങ്കിലോ? പൊസിഷൻ ഇൻക്രീസസ് ബൈ 2 ആണെങ്കിലോ? പൊസിഷൻ ഇൻക്രീസസ് ബൈ 2. അപ്പോൾ ടേമോ ഓക്കെ 1, 2 ഇവിടെ വരുന്നു. അപ്പോൾ 15 എത്രയിലോട്ട് പറയുന്ന 40, ഡിഗ്രീസസ് ബൈ 10. അപ്പം 1 ആയപ്പോൾ 5, 2 ആയപ്പോൾ 10. പൊസിഷൻ ഇൻക്രീസസ് ബൈ 2, ദ ടേം ഡിഗ്രീസസ് ബൈ 10. ഇവിടെ തന്നെ നമുക്കറിയാം 1, 5, 2, 10. ഇവിടെ ഒരു പ്രൊപ്പോർഷൻ ആയിട്ട് വരുന്നില്ലേ നോക്കിക്കേ. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ ഇൻക്രീസസ് ബൈ 1, ടേം ഡിക്രീസസ് ബൈ 5. ഈ പൊസിഷൻ ഇൻക്രീസസ് ബൈ 3, 3 എണ്ണം കൂടുകയാണെങ്കിലോ ദ ടേം ഡിക്രീസസ് ബൈ 50. അങ്ങനെ പോകുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് ഇൻക്രീസ് ചെയ്യുന്നു, പൊസിഷൻ ഇൻക്രീസ് ചെയ്യുന്നു, ടേം ഡിക്രീസ് ചെയ്യുന്നു. ഇനി രണ്ടും ഡിക്രീസ് ആയാലോ? അതായത് ടേമിന് നമുക്ക് പൊസിഷൻ ഡിക്രീസ് ആയാലോ ടേം എന്ത് ചെയ്യും? ഇൻക്രീസ് ആവും അല്ലേ. ഓക്കെ, മൂന്നാമത്തേന്ന് ഒന്നാമത്തേൽ വരികയാണെങ്കിൽ 40 50 അപ്പം നമുക്ക് അതും കൂടെ എഴുതാം. ആസ് ദ പൊസിഷൻ ഡിക്രീസസ് ബൈ 2, അപ്പം 40ൻ്റെ ഇവിടെ 10 കൂട്ടുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ ഡിഗ്രീസ് ആകുമ്പോൾ ഈ ഡിഗ്രീസ് എന്താവും? ഇൻക്രീസ് ആവും. The term
increases by 10 അല്ലേ? അപ്പോൾ ഇവിടെ ഒരു റിലേഷൻ നമുക്ക് സാധ്യമാവുന്നുണ്ട്. എന്താണ് ആ റിലേഷൻ? പിന്നെ ഇനി അരിത്തമാറ്റിക്, ഇനി ഡിക്രീസസ് ബൈ 3 ആണെങ്കിലോ ടേം ഇൻക്രീസസ് ബൈ 15. ഇപ്പോൾ 1, 2 ഇവിടെ 3 ആണെങ്കിലോ 1, 2, 3 3 കുറയാണ്. ഇവിടെ എത്ര? 5, 10, 15. 15 കൂടും. 35ൻ്റെ ഇവിടെ 15 കൂട്ടിയാൽ 50 വരും. അപ്പോൾ നമുക്ക് എന്താ പറയുക? എനി അരിത്തമാറ്റിക് സീക്വൻസ് ദ ചേഞ്ച് ഇൻ ടേംസ് ഈസ് ദ പ്രോഡക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് ഫിക്സഡ് നമ്പർ. അത് നമുക്ക് എഴുതാം. ഇൻ എനി അരിത്തമാറ്റിക് സീക്വൻസ്, in any arithmetic sequence, the change in terms is the product of the change in position and a fixed number. നിങ്ങൾക്ക് ഇങ്ങനെ മനസ്സിലായി കാണത്തില്ല, ഞാൻ ഒന്നുകൂടി ക്ലിയർ ആക്കി തരാം. ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒന്നാമത്തെ പൊസിഷനിൽ 10, രണ്ടാമത്തെ പൊസിഷനിൽ 20, മൂന്നാമത്തെ പൊസിഷനിൽ 30, നാലാമത്തെ പൊസിഷനിൽ 40. ഇങ്ങനെ പോകുന്നു. ഇവിടെ 2 ഇൻക്രീസ് ആണ് അല്ലേ? അപ്പോൾ ഒന്നാമത്തെ ടേമിൽ നിന്ന് എനിക്ക് നാലാമത്തേൽ പോകണമെങ്കിൽ അവിടെ എന്താണ് പൊസിഷൻ ഡിഫറൻസ്? എത്ര? പൊസിഷൻ ചേഞ്ച് 4 - 1 = 3. ഇവിടെ ഇൻക്രീസ് ആണ് ചെയ്യുന്നത് അല്ലേ? ഇൻക്രീസ്. ഇനി ടേം ഡിഫറൻസ് ആണെങ്കിലോ ടേം ചേഞ്ച് എന്തായിട്ട് വരും നോക്കാം. ടേം ചേഞ്ച് ഈക്വൽസ് 40 ൽ നിന്ന് 4 പോയി. അപ്പോൾ 4 - 1 3 ഇൻക്രീസ്. 10 ൽ നിന്ന് 40 അല്ലേ? അപ്പോൾ അവിടെ ചേഞ്ച് എത്ര? 40 - 10 30 ഇൻക്രീസ്. അപ്പോൾ ഒരു ഇൻക്രീസ് എന്ന് പറയുന്ന 10 അല്ലേ? 3 ഇൻക്രീസ് വന്നപ്പോൾ 30. അപ്പോൾ ഒരു ഇൻക്രീസ് എന്ന് പറയുന്ന 10. ആ 10 ആണ് നമ്മുടെ കോമൺ ഡിഫറൻസ്. ഈ ഫിക്സഡ് നമ്പർ എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ്. അതായത് ഞാൻ വേറൊരു ഇപ്പം ടെക്സ്റ്റിലൊന്നും അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. പഴയ ടെക്സ്റ്റിലൊക്കെ നമ്മൾ പറഞ്ഞു കൊടുക്കുമായിരുന്നു. കോമൺ ഡിഫറൻസ് കാണാൻ ഒരു എളുപ്പ വഴിയുണ്ട്. കോമൺ ഡിഫറൻസ് ഈക്വൽസ് ടേം ഡിഫറൻസ്, അതായത് ഇവിടെ ചേഞ്ച് ഇല്ലേ, ടേം ചേഞ്ച് ബൈ പൊസിഷൻ ചേഞ്ച്. ടേം ചേഞ്ച് ബൈ പൊസിഷൻ ചേഞ്ച്. ഇനി ടേം ചേഞ്ച് നോക്കിക്കേ, 30. ഈ ക്വസ്റ്റ്യൻ തന്നെ എടുക്കാം. ടേം ചേഞ്ച് എത്ര? 30. പൊസിഷൻ ചേഞ്ച് എത്ര? 3. 30/3 10. കോമൺ ഡിഫറൻസ് ആയില്ലേ? 20 - 10 is 10. 30 - 20 is 30. അതായത് ഇൻ എനി അരിത്തമാറ്റിക് സീക്വൻസ് ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിക്കേ. ടേം ചേഞ്ച് ഈക്വൽസ് ഫിക്സഡ് നമ്പർ ഇൻറ്റു പൊസിഷൻ ചേഞ്ച്. അതിലെ പറയുന്നത് ചേഞ്ച് ഇൻ പൊസിഷൻ, പ്രോഡക്റ്റ് ഓഫ് ചേഞ്ച് ഇൻ പൊസിഷൻ ആൻഡ് ഫിക്സഡ് നമ്പർ. അതായത് ചേഞ്ച് ഇൻ ടേംസ് equals position change into fixed number. Position change into fixed number. ഈ ഫിക്സഡ് നമ്പറിനാണ് നമ്മൾ എന്താ പറയുക? കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. അപ്പം ടേം ചേഞ്ച് ഈക്വൽസ് പൊസിഷൻ ചേഞ്ച് ഇൻറ്റു ഫിക്സഡ് നമ്പർ. അതിനെയാണ് ദാറ്റ് ഫിക്സഡ് നമ്പർ ഈസ് കോൾഡ് ആസ്
കോമൺ ഡിഫറൻസ്. ഇവിടെ നോക്കിക്കേ, ഇവിടെ നമ്മൾ 30/3 എന്ത് കിട്ടി? 10 കിട്ടി അല്ലേ? ആ 10നെയാണ് ഫിക്സഡ് നമ്പർ എന്ന് പറയുന്നത്. ആ ഫിക്സഡ് നമ്പറാണ് കോമൺ ഡിഫറൻസ്, അതായത് പൊതുവ്യത്യാസം. അപ്പം പൊതുവ്യത്യാസം കാണാൻ എന്ത് ചെയ്താൽ മതി? ടേം ചേഞ്ച്. എന്താണ്? പദങ്ങളുടെ വ്യത്യാസത്തെ സ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി. പൊതുവ്യത്യാസം കാണണമെങ്കിൽ എന്ത് ചെയ്യണം? പദങ്ങളുടെ വ്യത്യാസത്തെ എന്തുകൊണ്ട് ഹരിക്കണം? സ്ഥാനങ്ങളുടെ വ്യത്യാസം കൊണ്ട് ഹരിച്ചാൽ മതി. ഞാൻ വേറൊരു എക്സാമ്പിൾ എടുത്ത് കാണിച്ചു തരാം. തേർഡ് ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ്. ഇത് സീക്വൻസ് ആയിട്ടല്ല പറയുന്നത്. തേർഡ് ടേം ഈക്വൽസ് 12. സെവൻത് ടേം ഈക്വൽസ് 32. What is its 15th term? ഇങ്ങനെ ഒരു ചോദ്യമാണ്. നിങ്ങൾ എങ്ങനെ ചെയ്യും? ഇങ്ങനെ ഒരുപാട് നീട്ടി വലിച്ച് എഴുതാതെ നമുക്ക് എളുപ്പത്തിൽ ഇത് കണ്ടുപിടിക്കാൻ കഴിയും. എന്താണ്? നമുക്ക് ഇതിന് കോമൺ ഡിഫറൻസ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാം. എന്താണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നതാണ് ഫിക്സഡ് നമ്പർ. ദർ ഈസ് പ്രൊപ്പോർഷൻ അല്ലേ? നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരു പ്രൊപ്പോർഷൻ കാണുന്നുണ്ട് അല്ലേ? ഇൻ എനി അരിത്തമാറ്റിക് സീക്വൻസ് ചേഞ്ച് ഇൻ ടേംസ് ഈസ് proportional to change in position. Change in terms is proportional to change in position. അപ്പോൾ 3 7. അപ്പോൾ എന്താണ് പൊസിഷൻ ചേഞ്ച്? എത്ര? പൊസിഷൻ ചേഞ്ച് ഈക്വൽ 7 - 3 4. ടേം ചേഞ്ച് എത്ര വരും? 32 - 12 എത്ര? 20. ഈ 20യെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് ആ ഫിക്സഡ് നമ്പർ കിട്ടും. അതാണ് പൊതുവ്യത്യാസം അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ്. ഫിക്സഡ് നമ്പർ ഈക്വൽസ് 20/4 ഈക്വൽസ് 5. ഈ ഫിക്സഡ് നമ്പറിനാണ് നമ്മൾ എന്താ പറയുക? കോമൺ ഡിഫറൻസ് ഓർ പൊതുവ്യത്യാസം ഈക്വൽസ്. ഇനി 15th ടേമിൽ നമുക്ക് പോകണം. 15th ടേമിൽ പോകാൻ നമുക്ക് 17 തുടങ്ങിയാൽ പോരെ? 15th ടേം ഈക്വൽസ് 8th ടേം പ്ലസ് 8 7 15. അപ്പം 7 ടൈംസ് കോമൺ ഡിഫറൻസ്. അതായത് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. 7 ടൈംസ് 5. 8th ടേം എത്ര? അല്ല 8th അല്ല, സോറി, 7th ടേം പ്ലസ് 8 ടേം. 8 7 15. ഇവിടെ 7th വന്നിട്ടുള്ളൂ, 8th ഇല്ല. അപ്പം 32 പ്ലസ് 8 × 5 ഈക്വൽസ് 32 പ്ലസ് 40 ഈക്വൽസ് 72. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ 15ാം പദം 72 കിട്ടി. ഇനി നമുക്ക് കുറച്ച് എക്സസൈസ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യാനുള്ളത്. ഓക്കെ, ഇനി എക്സസൈസ് ചോദ്യങ്ങളിലേക്ക് പോകാം. എക്സസൈസ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നാമത്തെ ചോദ്യം. ദ തേർഡ് ടേം ഓഫ് ആൻ അരിത്തമാറ്റിക് സീക്വൻസ് ഈസ് 15. മൂന്നാം പദം 15. ഒരു സമാന്തര ശ്രേണിയുടെ മൂന്നാം പദം 15ഉം 8th ടേം ഈസ് 35. 8ാം പദം 35. വാട്ട് ഈസ് ഈസ് 13th ടേം? 13ാം പദം എത്ര? വാട്ട് ഈസ് ഈസ് 23rd ടേം? 23ാം പദം എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം. ഓക്കെ, 13ാം പദം എത്ര? 23ാം പദം എത്ര? നമുക്ക് എന്തെല്ലാം തന്നിട്ടുണ്ട്? 3ാം പദവും 8ാം പദവും അല്ലേ? നമുക്കതങ്ങ് എഴുതാം. തേർഡ് ടേം ഈക്വൽസ് 15. 8th ടേം 35. ഇനി നമുക്ക് ഫിക്സഡ് നമ്പർ കണ്ടുപിടിച്ചൂടെ? അതായത് കോമൺ ഡിഫറൻസ് നമുക്ക് കണ്ടുപിടിക്കാം. പക്ഷേ ഈ ടെക്സ്റ്റിൽ കോമൺ ഡിഫറൻസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ആദ്യ ഭാഗത്തൊക്കെ ഉപയോഗിച്ച് പിന്നെ അത് കാര്യം പറയാൻ വേണ്ടി മാത്രം, അല്ലാതെ കോമൺ ഡിഫറൻസ് എന്നുള്ള പൊതുവ്യത്യാസം എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നില്ല. 35 - 10 15 by 8 - 3 എത്ര വരും? 20
by 5 equals കോമൺ ഡിഫറൻസ് നമുക്ക് 4 എന്ന് കിട്ടി. ഇനി 13th ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. 8th ടേം പ്ലസ് 5 times 4, 8 5 13, 5 times 4. 8th ടേം എത്ര? 35 plus 5 into 4, that is 35 plus 20 equals 55. ഇനി 23rd ടേം ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ഒന്നാമത്തെ ആൻസർ ആണ്. ഇനി രണ്ടാമത്തെ ആൻസർ 23rd ടേം. അപ്പം 13 തന്നെ തുടങ്ങാം. 13 10 23 അല്ലേ? അങ്ങനെ നമുക്ക് 23rd ടേം കണ്ടുപിടിക്കാം. നമുക്ക് 23rd ടേമിൽ പോകാം. 23rd ടേം ഈക്വൽസ് 13th ടേം 13 10 23 അല്ലേ? പ്ലസ് 10 ടൈംസ് എത്ര? കോമൺ ഡിഫറൻസ് 4. 13 10 23. 13th ടേം നമുക്കിപ്പോൾ കിട്ടിയ എത്ര? 55. 55 പ്ലസ് 10 into 4 equals 55 plus 40, that is 95. 23-ാം പദം 95 എന്ന് കിട്ടും. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. രണ്ടാമത്തെ ചോദ്യം, the fifth term of an arithmetic sequence is 21 and ninth term is 41. അതായത് 5-ാം പദം 21 ആകുന്നു, 9-ാം പദം 41. അങ്ങനെയാണെങ്കിൽ what is its first term? ഒന്നാം പദം എത്ര? what is its third term? മൂന്നാം പദം എത്ര? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, തന്നിരിക്കുന്നത് എഴുതാം. ഫിഫ്ത്ത് ടേം 21, ninth term 41. അപ്പോൾ ആ ഫിക്സഡ് നമ്പർ കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചൂടെ? കോമൺ ഡിഫറൻസ് ഈക്വൽസ് 41 minus 21 by 9 minus 5. അതായത് ചേഞ്ച് ഇൻ ടേംസ് ബൈ ചേഞ്ച് ഇൻ പൊസിഷൻ. അപ്പോൾ ഇവിടെ എത്ര കിട്ടാൻ? 20/4 ഈക്വൽസ് 5 എന്ന്. ഇനി നമുക്ക് ഒന്നാമത്തെ 5-ാം പദത്തിൽ നമ്മൾ പുറകിലോട്ട് പോവുകയാണ്. ഒന്നാം പദം അപ്പം 4 വ്യത്യാസമാണ് വരുന്നത് അല്ലേ? ഫസ്റ്റ് ടേം ഈക്വൽസ് ഫിഫ്ത്ത് ടേം മൈനസ് 5 4 പോയ 1, 4 times 5. 4 times 5. ഫിഫ്ത്ത് ടേം എത്ര? 21 minus 4 into 5, 20, that is 21 minus 20 equals 1. ഫസ്റ്റ് ടേം 1 എന്ന് കിട്ടി. ഇനി നമുക്ക് തേർഡ് ടേം ആണ് അല്ലേ? തേർഡ് ടേം ഈക്വൽസ് എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം 2 പ്രാവശ്യം 2 times 5 അങ്ങോട്ട് പോകണം അല്ലേ? 2 എന്താണ്? മൂന്നാം പദം 2 1 3, 2 times 5. അപ്പോൾ ഫസ്റ്റ് ടേം എത്ര? 1. നമുക്ക് നോട്ട് ചെയ്താം. ഈക്വൽസ് 1 plus 2 into 5. 1 plus 2 into 5 equals 1 plus 10 equals 11. അപ്പം തേർഡ് ടേം 11 എന്ന് കിട്ടി. അപ്പോൾ ഫിഫ്ത്ത് ടേം, അതായത് ഫിഫ്ത്ത് ടേം 1 2 3 4 5, ഫിഫ്ത്ത് ടേം എത്രയാ? 21.
തേർഡ് ടേം നമുക്ക് എത്ര കിട്ടി? തേർഡ് ടേം 11. ഫസ്റ്റ് ടേം എത്ര കിട്ടി? ഫസ്റ്റ് ടേം 1. ഇവിടെ നോക്കിക്കേ, ഇവിടെ 2 പൊസിഷൻ ചേഞ്ച് അല്ലേ? ഇവിടെ 2 പൊസിഷൻ ചേഞ്ച്. അപ്പം 2 പൊസിഷൻ ചേഞ്ച് എന്ന് പറയുമ്പോൾ 10 വരുന്നുണ്ടല്ലേ? നോക്കിക്കേ, ഒരു പൊസിഷൻ ചേഞ്ച് 5, 2 എണ്ണം 10, 1 + 10 11 + 10 21, അങ്ങനെ കൂടിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ നമ്മുടെ ആൻസറായി തേർഡ് ടേം കഴിഞ്ഞു. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. മൂന്നാമത്തെ ചോദ്യം, ഫോർത്ത് ടേം 61, അതായത് ഒരു സമാന്തര ശ്രേണിയുടെ 4ാം പദം 61, 7ാം പദം 31, സെവൻത് ടേം ഈസ് 31. വാട്ട് ഈസ് ഹിസ് 10th ടേം? 10ാം പദം എത്ര? വാട്ട് ഈസ് ഹിസ് ഫസ്റ്റ് ടേം? 1ാം പദം എത്ര? ഇപ്പൊ ഇവിടെ തന്നിരിക്കുന്ന എഴുതാം. ഫോർത്ത് ടേം 61, സെവൻത് ടേം 31. നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത് 10th ടേം. ഇതാണ് ചോദിച്ചിരിക്കുന്നത് 10th ടേം. ഇവിടെയൊക്കെ 4 + 3 7. അപ്പം ഇവിടെ 3 പൊസിഷൻ ചേഞ്ച്. അപ്പോൾ ഇവിടെ എത്ര ഡിഫറൻസ് വന്നത്? 61 - 31. ഇതിപ്പോൾ കുറഞ്ഞുകൊണ്ടേ ഇരിക്കും അല്ലേ? അപ്പോൾ 31 - 61 വരുമ്പോൾ -30. അപ്പം നമുക്ക് പൊസിഷൻ ചേഞ്ച് equals 7 - 4 equals 3. Term change -31 - 61 -30 എന്ന്. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ ഫിക്സഡ് നമ്പർ കണ്ടുപിടിച്ചൂടെ? ദാറ്റ് ഈസ് കോമൺ ഡിഫറൻസ്. -30/3 -10. ഇനി 10th ടേം ആ ചോദിച്ചിരിക്കുന്നത് അല്ലേ? 7 + 3 is 10. Tenth term equals 7th term plus 3 times a fixed number എന്ന് പറയുന്നത് -10. നമുക്ക് പുറത്തോട്ട് എഴുതാം. ഈക്വൽസ് 7th ടേം എത്ര? 31 പ്ലസ് 3 × -10. 31 - 30 equals 1. നമുക്ക് എന്താ കിട്ടിയത്? 10th ടേം 1 എന്ന് കിട്ടി. ഇനി ഫസ്റ്റ് ടേം ആണ് കാണേണ്ടത്. ഫസ്റ്റ് രണ്ടാമത്തെ ആൻസർ ആണ്. ഫസ്റ്റ് ടേം 4 ൽ നിന്ന് 3 പോയാൽ 1 ഈക്വൽസ് 4th ടേം -3 times -10. ഇവിടെ -10 ആണ്. 3 times -10. 3 times -10 എന്ന് പറയുന്നത് എത്ര? -30 അല്ലേ? നമുക്ക് 3 times -10 എന്ന് എഴുതാം. 3 times -10. 4th ടേം എത്ര? 61 പ്ലസ് 30. 3 × 10 30. ദാറ്റ് ഈസ് 91. അപ്പോൾ ഫസ്റ്റ് ടേം നമുക്ക് 91 എന്ന് കിട്ടി. 4th ടേം 61 എന്ന് കിട്ടി. ഇവിടെ നോക്കിക്കേ, ഇവിടെ പ്രൊപ്പോർഷണൽ ആയിട്ടല്ലേ വരുന്നത്. നോക്കിക്കേ,
3 വീതം കൂടുമ്പോൾ എത്ര 30 വീതം കുറയുന്നു. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് ഞാൻ ഇവിടെ നിന്ന് കാണിച്ചു തരാം. 4, 7, 10, 1 ഇങ്ങനെയല്ലേ പോകുന്നത്. ഒന്നാമത് എത്ര 91, നാലാമത് എത്ര 61, 7 30 വീതം കുറയുന്നു. നോക്കിക്കേ 30 വീതം കുറയുന്നു. അപ്പോൾ ഒരെണ്ണം എന്ന് പറയുന്നത് എത്ര -10, അതായത് കോമൺ ഡിഫറൻസ് ഈസ് -10. ഏഴാമത് എത്ര 31, പത്താമത് എത്ര കിട്ടും 1. ഇങ്ങനെ പോകുന്നില്ലേ? അപ്പോൾ പ്രൊപ്പോർഷണലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, മൂന്നാമത്തെ ചോദ്യം കഴിഞ്ഞു. ഇനി നാലാമത്തെ ചോദ്യം. ഫിഫ്ത്ത് ടേം 5-ാം പദം 10ഉം 10-ാം പദം 5 ഇങ്ങനെ വരുന്നത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്താണ് ഫിക്സഡ് നമ്പർ, അതായത് കോമൺ ഡിഫറൻസ് -1 ആയിരിക്കും. 5, 10, 10, 5 ഇങ്ങനെ വരുന്ന ഏത് സംഖ്യയുടെയും പൊതുവ്യത്യാസം -1 ആയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ നമുക്ക് ആൻസർ പോകാം. ഒന്നാമത്തെ ആൻസർ വാട്ട് ഈസ് 15 15-ാം പദം എത്ര? 5 ഉണ്ടല്ലേ, 10 ഉണ്ട്. 10 ൽ 10, 5, 15. നോക്കിക്കേ 10, 5, 15. ഇവിടെ നോക്കിക്കേ 15th ടേം ഈക്വൽസ് 10th ടേം 15th ടേം ഈക്വൽസ് 10th ടേം പ്ലസ് 5 times -1. 5 times -1. 10th ടേം എത്ര 5. 5 പ്ലസ് 5 ഇൻറ്റു -1 എത്ര 5 - 5 0 എന്ന് കിട്ടി. ഇത് നോക്കിക്കേ കുറഞ്ഞ് ഇരിക്കുന്ന സീക്വൻസ് ആണ്. 10 10-ാം പദമായപ്പോൾ 5, 15-ാം പദമായപ്പം 0. അങ്ങനെയാണെങ്കിൽ 25-ാം പദം എത്ര? രണ്ടാമത്തെ ചോദ്യം 25th ടേം ഈക്വൽ 15th ടേം പ്ലസ് 10 times -1. 15th ടേം എത്ര 0. 10 ഇൻറ്റു -1 ഈസ് -10 ഈക്വൽസ് -10. ഇതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, 15-ാം പദം നമുക്ക് എന്താ കിട്ടി 0 എന്ന് കിട്ടി. 25th ടേം എത്ര കിട്ടി -10 എന്ന് കിട്ടി. അപ്പം കോമൺ ഡിഫറൻസ്, അതായത് ഫിക്സഡ് നമ്പർ മനസ്സിലായല്ലോ. 5, 10, 10, 5 ഇങ്ങനെ വരുന്നതിൻ്റെ എല്ലാം നിങ്ങൾ ചെയ്ത് നോക്കിയാലും മനസ്സിലാവും. എത്രയാണ് -1. അപ്പോൾ ഈ ചോദ്യങ്ങളെല്ലാം മനസ്സിലായെന്ന് കരുതുന്നു. നമ്മളിപ്പോൾ 4 ചോദ്യങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി ഈ എക്സസൈസ് തീർന്നു. ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ചിട്ട് ഇനി അടുത്ത എക്സസൈസിലേക്ക് പോകും വരെ ബൈ. ഓക്കെ.